ഭീകരവാദത്തെ എപ്പോഴും തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ കൈകരുത്തും ശക്തിയും അറിഞ്ഞിരിക്കുകയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ പാകിസ്ഥാന്റെ തൊണ്ട വളരുമ്പോൾ, സ്വന്തം രാജ്യം വരളുമ്പോൾ മുന്നിൽ ഒരു വഴിയുമില്ലാതെ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ പടകൾ. അതിർത്തി കടന്നെത്തിയ ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യയെ ദ്രോഹിക്കുകയും ചെയ്തതോടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയാണ് പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചത്. പാകിസ്ഥാനിലെ ജനസംഭരണം കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ജനസംഭരണികളും വറ്റി വരണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് അവകാശപ്പെട്ട ജലം ഉറപ്പാക്കാൻ സൈനികപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അസീം മുനീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോർ കമാൻഡർമാരുടെ യോഗത്തിലാണ് പാകിസ്ഥാൻ സൈന്യം നിലപാട് വ്യക്തമാക്കിയത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഒപ്പുവെച്ച കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കാണ്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഉയർന്ന തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ മുമ്പ് മൺസൂൺ കാലത്ത് പാകിസ്ഥാന് പ്രളയ മുന്നറിയിപ്പുകൾ കൈമാറിയിരുന്നു. എന്നാൽ കരാർ നിർത്തിവെച്ചതോടെ ഇന്ത്യ ഇനി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരല്ല. മാത്രമല്ല, ജലവൈദ്യുതി പദ്ധതികളായ സാവൽകോട്ട്, രത്ല, ബൻസാർ, പകൽദുലെ, ഖുവാർ, കിരു, കിർത്തായ്, അതിൽ 1 and 2 എന്നിവയുമായി ഇന്ത്യ അതിവേഗം മുന്നോട്ടു പോവുകയാണ്. പാകിസ്ഥാന്റെ കൃഷിയുടെ 80 മുതൽ 90% സിന്ധു നദീവ്യൂഹത്തെയാണ് പാകിസ്ഥാൻ പ്രധാനമായും അവിടുത്തെ കർഷകരടക്കം ആശ്രയിക്കുന്നത്. അവിടുത്തെ പ്രധാന ജലാശയങ്ങളായ തർവേലയും മംഗളയും നിലവിൽ പൂർണ്ണമായും വറ്റിയ നിലയിലാണ്. ഇന്ത്യ തങ്ങളുടെ ഏറ്റവും ദുർബലമായ ഇടത്താണ് പ്രഹരിച്ചിരിക്കുന്നതെന്ന തിരിച്ചറിവിൽ പാകിസ്ഥാൻ നേരെ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുകയും അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നടത്തിയും പരിഭ്രാന്തിയോടെ ഇതെല്ലാം വിളിച്ചു പറയുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. കഴിഞ്ഞ വർഷം 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 1960 ഈ ചരിത്ര പ്രസിദ്ധമായ ജലസംഭരണ കരാർ ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. 2 ആണവായുധ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദിയിലെയും ജലവിതരണം 66 വർഷമായി നിയന്ത്രിച്ചിരുന്നത് ഈ കരാറായിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് പാക് ജനതയുടെ ആഗ്രഹങ്ങൾക്കും അനുസൃതമായി പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം ലഭ്യമാക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പാക് സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. 276 കോപ്സ് കമാൻഡന്റ് കോൺഫറൻസിൽ 2025 ഏപ്രിൽ 24 നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ വെള്ളം തടയുകയോ തിരിച്ചുവിടുകയോ ചെയ്യുന്നത് ഒട്ടും വച്ചുപുറക്കില്ല എന്നും അതിനെ ഒരു യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കണക്കാക്കൂ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. യോഗത്തിന് മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളും ഇത് തന്നെയായിരുന്നു. പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ അഫ്ഗാൻ താലിബാൻ ഭരണകൂടത്തിന്റെ മണ്ണ് ഭീകര സംഘടനകൾക്ക് ഉപയോഗിക്കുന്നതിന്റെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ ഗസബ് എൽ ഹബ് വഴി ഇന്റലിജൻസ് അധിഷ്ഠിത ആക്രമണങ്ങൾ തുടരുമെന്ന് സൈന്യം അറിയിച്ചിരിക്കുകയാണ്. കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാന്റെ നയതന്ത്ര രാഷ്ട്രീയ ധാർമ്മിക പിന്തുണ തുടരുമെന്ന് യോഗം ആവർത്തിച്ചിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യ പാകിസ്ഥാനെ കുടിവെള്ളം മുട്ടിക്കുന്നത് അത് വെള്ളം നൽകിയില്ലെങ്കിൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നാണ് ബിലാവൽ ഭൂട്ടോ അടക്കം പറയുന്നത്. എന്തായാലും ഒരു യുദ്ധം ഉറപ്പാണ് എന്നതാണ് നിലവിൽ ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെയുള്ള യുദ്ധവിളിയിൽ ഏറെക്കുറെ ഉറപ്പാക്കുന്നത്.